ഹായ് ഓൾ. ഇനി നമ്മുടെ CPO വുമൺ CPO എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കഷ്ടിച്ചൊരു 3 മാസം മാത്രമേ ഇനി ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ പഠനത്തിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത്തരം ടോപ്പിക്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു ജസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി നമുക്ക് ഈ ഒരു CPO അല്ലെങ്കിൽ വുമൺ CPO എക്സാമിനുള്ളൂ, അല്ലെങ്കിൽ CEO സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിനൊക്കെ ഇനിയുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പലരുടെയും ഒരു സ്വപ്നമായിരിക്കും ചെറുപ്പം തൊട്ട്, അല്ലെങ്കിൽ പല സിനിമകൾ കാണുന്ന സമയത്ത് നമ്മുടെ സ്വപ്നമായിരിക്കും ഒരു പോലീസ് ആവുക, അല്ലെങ്കിൽ ഒരു കാക്കി അണിയുക എന്നുള്ള പലരുടെയും സ്വപ്നമായിരിക്കും. അപ്പോൾ ആ സ്വപ്നം നമുക്ക് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാക്കാൻ കഴിയണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രായോഗികമാക്കാൻ ശ്രമിക്കണം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്ന ഒരു പോസ്റ്റാണ് അല്ലേ CPO എന്ന് പറയുന്ന പോസ്റ്റ് അല്ലേ? നമ്മൾ ഏത് മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാലും, അത് പത്രമാധ്യമങ്ങളായിക്കോട്ടെ, വാർത്താ മാധ്യമങ്ങളായിക്കോട്ടെ, ഏതെടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്ന ഒരു പോസ്റ്റാണ് CPO. കാരണം ഒരുപാട് നിയമനം കുറവാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു CPO ലിസ്റ്റിൻ്റെ പുറത്ത് ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, ഈ ഒരു പോലീസിന് പ്രിപ്പയർ ചെയ്യുന്നു പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് നാലാഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവ് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇനി പ്രിപ്പയർ ചെയ്യണോ, നിങ്ങൾ നല്ല റാങ്കിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവസ്ഥ, കഴിഞ്ഞ വർഷങ്ങൾ നിയമനം വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മാർക്ക് കൊണ്ടൊന്നും ജോലി കിട്ടത്തില്ല, നല്ല രീതിയിൽ സ്കോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നെഗറ്റീവ്സ് ആയിട്ടുള്ള പല കമൻസും പറയും. അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ചെവി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്ന, നമ്മൾ ഒരു വാർത്ത എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് PSC അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അപ്ഡേറ്റ്സ് വരുന്ന ഒരു പോസ്റ്റാണ് CPO. ആ ഒരു എക്സാം നിങ്ങൾ എഴുതുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, അകറ്റുമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഒരു ഡബിൾ മൈൻഡ് ആയിപ്പോവും. ഇങ്ങനെയുള്ള കമൻസ് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഡബിൾ മൈൻഡ് ആവും. നമ്മുടെ ആ ഒരു എനർജി, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് മിസ്സായി പോകും. അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കും. രണ്ടാമത്തെ നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്റ്റഡിയെ കുറിച്ചാണ്. അതായത് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IPC, CRPC, ഇന്ത്യൻസ് എവിഡൻസ് ആക്ട്, ഈ 3 നിയമങ്ങൾ എടുത്തു മാറ്റിയിട്ട് പുതിയ നിയമങ്ങളായുള്ള BNS, BNSS, അതുപോലെ തന്നെ BS ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്ന പുതിയ നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യമായിട്ടാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നമ്മുടെ സിലബസിലോട്ട് വരുന്നത്. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 20 മാർക്കാണത്. 20 മാർക്കല്ല ഈ 3 ടോപ്പിക്സിനുള്ളത്, എന്നാൽ കൂടി സ്പെഷ്യൽ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 20 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി കുറച്ച് ദിവസമുള്ളൂ. സോ അതുകൊണ്ട് ഈ പുതിയ 3 നിയമങ്ങൾ ഒഴിച്ച് ബാക്കി പോക്സോ ആക്ട്, മറ്റുള്ള പ്രധാനപ്പെട്ട സൈബർ നിയമങ്ങൾ, ഇതിനെക്കുറിച്ച് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ഈ പുതിയ നിയമങ്ങളിൽ എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ള ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ആദ്യമായിട്ടാണ് ആ ഒരു ടോപ്പിക്സ് നമ്മുടെ എക്സാമിലേക്ക് കയറി വരുന്നത്. മറിച്ച് ബാക്കിയുള്ള നമ്മുടെ സൈബർ നിയമങ്ങളെ പോലെ, IT ആക്റ്റുകളെ പോലെ, അതുപോലെ പോക്സോ ആക്റ്റുകളെ പോലെ ഇങ്ങനെയുള്ളതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് PYQs നന്നായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, റീസെൻ്റ് ആയിട്ട് വന്ന പല പരീക്ഷകളുടെയും ഈ PYQs നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ. നിങ്ങൾ ഇതുവരെ അത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, ഒരു 3 മാസത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുക. അതിലൊരുപാട് നല്ല കണ്ടന്റ്, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വളരെയധികം ചോദിക്കുന്നുണ്ട്, വളരെ ഡെപ്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ലഭിക്കുന്നതിനും അതുപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇത്തരം പ്രസിദ്ധീകരണം വളരെ ഹെൽപ്ഫുൾ ആണ്. അത്തരം പ്രസിദ്ധീകരണങ്ങളെങ്കിലും നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ, ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, അത്തരം പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് ഏതാണോ നല്ലത്, ഇപ്പോൾ തൊഴിൽ രണ്ടും വായിക്കണം എന്ന് പറയുന്നില്ല, രണ്ടും വായിച്ചാൽ നല്ലതാണ്, എന്നാൽ ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നിയിട്ടുള്ളത് അത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്യുക. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം, നിങ്ങളുടെ റാങ്കിൽ വളരെ പ്രധാനപ്പെട്ട നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കാരണം കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രധാനപ്പെട്ട റീസെൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ നോക്കുന്ന സമയത്ത്, നിങ്ങൾ GK സെക്ഷനൊക്കെ നിങ്ങൾ PYQs നോക്കുന്ന സമയത്ത്
പ്രധാനപ്പെട്ട ഇവൻസുകൾ മനസ്സിലാവും. ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതുമാത്രം പഠിക്കണം എന്നല്ല, റീസെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട അവാർഡുകൾ, പത്മവിഭൂഷൺ, ഖേൽരത്ന തുടങ്ങിയ അവാർഡുകൾ റീസെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ചോദിക്കുന്ന സാഹിത്യ അവാർഡുകൾ, പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ്, പ്രധാനപ്പെട്ട വേദികൾ, ഇതൊക്കെ സ്ഥിരം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും പോകാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് സമ്പൂർണ്ണമായിട്ട് പഠിക്കാൻ ഒരു സമയമുണ്ടോ എന്ന് നോക്കി പറഞ്ഞാൽ, റിവിഷൻ ചെയ്ത് പഠിക്കാൻ ഒരു സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് റിവൈസ് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് വളരെ കുറച്ചാണ്. പിന്നെ ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ചാണ്. ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ചിലർക്ക് എന്താണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കാലിബറാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിലബസ് ഉടൻ തന്നെ പ്രിൻ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സിലബസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനുള്ള സിലബസും അതുപോലെ തന്നെ ആ ഓരോ ടോപ്പിക്കിലും എന്താണ് പഠിക്കാനുള്ളത് അത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആവശ്യമുള്ള ടോപ്പിക്സ് അത് നിങ്ങൾ PYQs ഒക്കെ നോക്കുന്ന സമയത്ത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നതിനെ കുറിച്ചൊരു ധാരണ ലഭിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ടോപ്പിക്കിലെ A to Z പോയിന്റ്സ് പഠിക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് PYQs മസ്റ്റ് ആണ്. PYQs അത് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കേസിൽ മാത്രമല്ല, GK ടോപ്പിക്സിലും PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GK ടോപ്പിക്കിൽ PYQs അനലൈസ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ പലരും മാർക്ക് കുറക്കുന്ന ഒരു ഏരിയ ആണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. മാത്സ് നമുക്കൊന്നും പറയാനില്ല, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇംഗ്ലീഷൊക്കെ നമുക്ക് വെക്കാബുലറി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PYQസിൽ ഇംഗ്ലീഷും മലയാളം ആണെങ്കിൽ വെക്കാബുലറി പാർട്ട് എന്താണ്, PYQസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അധികം റിപ്പീറ്റഡ് ആയിട്ടാണ് വൊക്കാബുലറി പാർട്ട് എപ്പോഴും ഇംഗ്ലീഷ്, മലയാളം ഏരിയസിൽ ചോദിക്കാറുള്ളത്. അത് കൃത്യമായിട്ട് ഇതുപോലെ PYQs പഠിക്കുന്ന സമയത്ത് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, പക്ഷേ അത് നമ്മുടെ പഠനത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കരുത്. നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ വ്യതിചലിക്കാതെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് ഒരു ഹാപ്പി ലൈഫാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആർക്കെങ്കിലും പഠിച്ചു തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി, ഓരോ ടോപ്പിക്സ് എങ്ങനെ പഠിക്കണം, പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക് ആദ്യമായിട്ട് വരികയാണ് അല്ലേ, ആ ഒരു BNS, BNSS അതുപോലെ BS ഒക്കെ. അപ്പോൾ അതെങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ, അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാരിയേഴ്സ് എന്ന് പറയുന്ന ബാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ PYQസിലൂടെയൊക്കെ അതുപോലെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ സ്റ്റഡിയോടെ നിങ്ങൾക്ക് കൂടുതൽ ഏതാണ് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ്, ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചു പോകണം, ഇനി നമുക്ക് എത്ര ദിവസമാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്ത ഗൂഗിൾ ഫോം ലിങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കോഴ്സിൻ്റെ സ്ട്രക്ചറും കോഴ്സിൻ്റെ സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരുപാട് പേര് നെഗറ്റീവ്സ് ആയിട്ട് വരും. കാരണം ഒരുപാട് നെഗറ്റീവ്സ് വരുന്ന നിയമനങ്ങളാണെങ്കിൽ പോലും ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നേരിടുന്ന ഒരു പോസ്റ്റായിരുന്നു ഈ ഒരു CPO എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയും. പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്. ഓക്കെ, തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക, ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ മുന്നോട്ട് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.